ടാരുവിന്റെ ആദ്യത്തെ പെരുന്നാള്. അപ്പോൾ ഈ ഫുൾ പെരുന്നാളിന്റെ ഒന്ന് കണ്ടാലോ. അമ്പ് വരാറായപ്പോൾ റെഡിയായി എല്ലാവരും അത് സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ടാരുവിന് ഇന്നൊരു ലാവൻഡർ ഡ്രസ്സാണ് എടുപ്പിച്ചത്. അയ്യോ, അത് അവൾക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. മമ്മി വന്നിട്ട് വേഗം തന്നെ ടാരുവിനെ കൊണ്ടുപോയത് അമ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നോണ്ടാണോ എന്ന് അറിയില്ല, ആൾക്ക് വലിയ ചിരിയും കളിയൊന്നും കണ്ടില്ല. എന്തായാലും പപ്പയും മമ്മിയും അടുത്തുള്ള വീടുകളിലൊക്കെ ആളെ കൊണ്ടുപോയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല വിശപ്പായപ്പോൾ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി പരിപാടികളാവാമെന്ന് വിചാരിച്ചു. അവളുടെ പാദസരം നല്ല ടൈറ്റായി തുടങ്ങിയുണ്ട്. ഞാനൊന്ന് എക്സ്ട്രാ കണ്ണിയൊക്കെ ഇടിപ്പിച്ച് വീണ്ടും അതൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു കേട്ടോ, പെരുന്നാളൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വേഗം റെഡിയായത് പള്ളി പോകാനാണ്. കാരണം കുർബാന തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. നേരെ കൈ പിടിച്ചിട്ടാണ് വേഗം റെഡിയായി ഇറങ്ങിയത്. വളയക്കാപ്പിന് അനു തന്ന സാരികളിലൊന്നായിരുന്നു. ടാരുവിനെ നല്ല രസമായിട്ട് ഒരുക്കി ഇറക്കിയത് വേറെ ഒന്നുമല്ല, ആളിന്ന് പ്രസിദ്ധീന്തിയായിട്ടൊക്കെ നിൽക്കുകയാണ്. അതെന്താ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഒന്നും അറിയാതെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേപ്പിച്ച് വേഗം കുളിപ്പിച്ച് റെഡിയാക്കി. അങ്ങനെ അവളെയും കൊണ്ടുതാ പള്ളി എത്തി. ഫൈനലി എല്ലാം ഒരു അതിശയത്തോടു കൂടി എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആള്. എന്തൊക്കെയാണ് ഇത്രയും ആൾക്കാരും ബഹളവും സൗണ്ടും ഒക്കെ ആളിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റികളാണ് നോക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, പ്രസിദ്ധേന്തിയായി നിന്ന ആള് ആ ക്രൗണൊക്കെ വലിച്ചു പറിച്ച് കളയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആള് കുറുമ്പെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആളെയൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഒരുപാട് നേരം ആളുടെ കോർഡിനേഷൻ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാപ്പ കുറച്ചു നേരം എടുത്തൊന്ന് ഇണക്കാൻ നോക്കിയെങ്കിലും ആള് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ചെണ്ടമേളവും പാട്ടും പരിപാടിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഫുഡൊക്കെ കൊടുത്ത് ആളെ ഒന്ന് ഇണക്കിയതിന് ശേഷം രാത്രി വീണ്ടും പള്ളിയിലേക്ക് ഇറങ്ങാമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി പള്ളി എത്തിയപ്പോഴത്തേക്കും ആള് ചെറുതായിട്ട് ഉറങ്ങിയും തുടങ്ങി. എന്തായാലും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നേരെ പള്ളിയിലേക്കാണ് ആദ്യം വന്നത്. അങ്ങനെ അവരെല്ലാം കണ്ടു കേട്ടോ. അതാ അരുണിമയും മാർച്ചും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നെങ്കിലും ടാരുവിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ നേരം ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുത്തിപ്പൊക്കി എണീപ്പിച്ചു. ഇതൊന്നും കാണാതെ എന്താ ആദ്യത്തെ പെരുന്നാള് അല്ലേ. സാധാരണ ഈ ഫയർ ക്രാക്കേഴ്സിനൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര കരച്ചിലും ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പ്രദക്ഷിണൊക്കെ വന്നു കഴിഞ്ഞ് അടുത്ത പരിപാടി അതാണല്ലോ. അപ്പൊ അതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ടാരു വാസ് എൻജോയിങ് ഓൾ ദീസ് തിങ്സ്. കാരണം ആൾക്ക് അങ്ങനെ വലിയ ടെൻഷനോ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു ആള്. വെറുതെ വഴിയിലൂടെ നടന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിപ്പോ ഈ അവസാനത്തെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. ഹാപ്പി